ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. സോ നിങ്ങൾ എല്ലാവരും ന്യൂ മാത്സ് എക്സാമിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൽ യൂസ് ചെയ്യാവുന്ന ഏറ്റവും വേഗത്തിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ടിപ്സും ട്രിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 30 പൈസ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 60 റുപ്പീസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പെർസെൻറ്റേജിന്റെ ക്വസ്റ്റൻ ആണ്. എന്താണ് 30 പൈസ ആൻഡ് എത്ര പെർസെൻറ്റേജ് 60 റുപ്പീസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 30 പൈസ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈക്ക് നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ പൈസയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 30 പൈസയാണ്, ഇവിടെ ആണെങ്കിൽ 60 റുപ്പീസ് ആണ്. രണ്ടും ഡിഫറൻസ് അല്ലേ അല്ലെ. എന്താണ്, ഒന്ന് പൈസയിലാണ്, ഒന്ന് റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി എന്താണ്, അത് സെയിം ആക്കണം. ഇവിടെ പൈസയാണെങ്കിൽ ഇവിടെ പൈസ തന്നെ ആയിരിക്കണം, ഇവിടെ റുപ്പീസ് ആണെങ്കിൽ ഇവിടെ റുപ്പീസ് ആയിരിക്കണം. അതായത് യൂണിറ്റുകൾ എന്താവണം, സെയിം ആവണം അല്ലെ. ഇതാണ് വാല്യൂ, അതിന് തൊട്ടപ്പുറത്ത് വരുന്നതാണ് യൂണിറ്റ് അല്ലെ. ഇപ്പൊ കിലോഗ്രാം ആയേക്കാം, കിലോഗ്രാം ആണെങ്കിൽ ഗ്രാം ആയേക്കാം അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നേക്കാം, അല്ലെങ്കിൽ മില്ലി ലിറ്റർ ആയേക്കാം, ലിറ്റർ ആയേക്കാം. അങ്ങനത്തെ യൂണിറ്റുകൾ തമ്മിൽ വ്യത്യാസം വന്നിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂണിറ്റുകൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഇവിടെ ഒന്ന് തന്നിട്ടുള്ളത് പൈസയാണ്, രണ്ടാമത്തെ തന്നിട്ടുള്ളത് റുപ്പീസാണ്. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, രണ്ടും പൈസ, ഇത് 30 പൈസ ഉണ്ട് ഓൾറെഡി, അതിനൊന്നും ചെയ്യണ്ട. പക്ഷെ 60 റുപ്പീസ് ഇല്ലേ, അതിന് ഞാൻ എന്ത് ചെയ്യാണ്, പൈസയിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഇവിടെ 60 റുപ്പീസ് ഉണ്ട്, ഈ 30 പൈസയെ വേണമെങ്കിൽ 60 റുപ്പീസിലോട്ട് മാറ്റാം. ഞാനിവിടെ ചെയ്യുന്നത് ഈ 60 റുപ്പീസിന് എന്ത് ചെയ്യാണ്, പൈസയിലോട്ട് മാറ്റുക. ലൈക്ക് എങ്ങനെയാ നോക്കുക, 60 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ നോക്കണം. 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസയാണ് അല്ലെ, 100 പൈസയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ എത്ര റുപ്പിയ ഉള്ളത്, ഇവിടെ 1 റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പൈസ അല്ലേ. ഇവിടെ 60 റുപ്പീസ് ആണെങ്കിൽ എത്രയാവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. 60 റുപ്പീസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യണം, കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഇക്വേഷന്റെ ഒരു ഭാഗത്തായിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, 60 റുപ്പീസ് എങ്ങനെ കിട്ടും, 1 ഇൻറ്റു അല്ലേ. ഇവിടെ ഒരു 1 റുപ്പി ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 60 റുപ്പി ആണ് കാണേണ്ടത്. സോ ഞാൻ ഇവിടെ ലെഫ്റ്റിൽ ആദ്യം 60 കൊണ്ട് മൾട്ടിപ്ലൈ. ആ സമയത്ത് എന്താ വരിക, 1 ഇൻറ്റു 60 റുപ്പി അല്ലേ. ബാക്കി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇസ് ഈക്വൽ ടു എത്ര വരും, ഇവിടെ ലെഫ്റ്റിൽ റൈറ്റിൽ ഉണ്ടായിരുന്നത് 100 ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അധികം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, റൈറ്റിലും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 60 പൈസ. ഓക്കെ, സോ 60 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 6000 പൈസയാണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചോദ്യം, ഇപ്പൊ രണ്ട് യൂണിറ്റുകളും സെയിം ആയല്ലോ. ഇവിടെ എന്താണ്, 30 പൈസ ഉണ്ട്, ഇവിടെ 6000 പൈസ ഉണ്ട്. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നത് 30 പൈസ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 6000, 60 റുപ്പീസിന് പകരം 6000 പൈസ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ തന്നിട്ടുള്ളത് ഏതാണ് ബേസ് ആയിട്ട് കാണേണ്ടത് എന്നുള്ളത് നോക്കുക നിങ്ങൾ. ഇവിടെ 60 റുപ്പീസിന്റെ എത്ര ശതമാനം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 6000 പൈസയുടെ എത്ര ശതമാനം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏത് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ കാണുന്നത്, അതെന്ത് ചെയ്യണം, അടിയിൽ ഫ്രാക്ഷന്റെ അടിയിൽ എഴുതാം. സോ എങ്ങനെ എഴുതണ്ടേ, ഏത് ബേസ് ചെയ്തിട്ടാണോ കാണേണ്ടത് അത് ഫ്രാക്ഷന്റെ അടിയിൽ എഴുതാം. ഇവിടെ എന്താണ്, 6000 പൈസയുടെ എത്ര ശതമാനം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഇവിടെ ബേസ് ചെയ്തിട്ടുള്ളത്, 6000 ആണ്. സോ 6000 എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ താഴെ വരണം. ഇനി എന്താണ് കാണേണ്ടത്, എന്തിന്റെ ഏതാണ് കാണേണ്ടത്, ഇവിടെ 30 പൈസയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, 30 പൈസ നിങ്ങൾ ന്യൂമറേറ്ററിൽ എഴുതാം. സോ 30 പൈസ എന്നുള്ളത് ന്യൂമറേറ്ററിൽ എഴുതാം. സോറി, സോ എനിക്ക് ബാക്കി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തുകൂടെ. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 3 ഉണ്ട്, അപ്പം ഇവിടെ ഒരു 2 വരും അല്ലേ, 2 വരും. സോ എന്ത് ചെയ്യാം, 1/200 എന്ന് എഴുതാം അല്ലേ. 1/200 നിങ്ങൾ അറിയാം, പേഴ്സൻറ്റേജ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് ചെയ്യാം, 100/200. സോ ലൈക്ക് വീണ്ടും ഇവിടെ 0 കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്ത് ബാക്കി എന്താ വരിക, 1/2 എന്ന് കിട്ടും അല്ലേ. 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് എത്രയാണ്, 0.5%. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ടിപ്പുകൾ നോക്കാം, എങ്ങനെയാണ് ലൈക്ക് പെർസെൻറ്റേജസ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് നോക്കാം. അതായത് നിങ്ങൾ കുറച്ച് ഫ്രാക്ഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്, ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാം. അതായത് 1/1 ഒന്നാമത് എത്ര പെർസെൻറ്റേജ് ആ 1/1 എന്ന് പറയുമ്പോൾ ലൈക്ക് നിങ്ങൾ ആലോചിക്കുക, ഞാൻ 1/1 എന്ന് എഴുതുന്നുള്ളൂ, ഇൻറ്റു 100 കൂടെ വരും അല്ലെ പെർസെൻറ്റേജ്. അല്ലെങ്കിൽ 1/1 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാ, വിച്ച് ഈസ് 100% ആണ് അല്ലെ, 100%. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അത് 50% ആണെന്ന് മനസ്സിലാക്കണം. എന്താ, എങ്ങനെ 1/2 50% ആയത്, 1/2 അല്ലേ ഉള്ളത്, 1/2 ആണ് ഉള്ളത്. 1/2 ഇൻറ്റു 100 ചെയ്യണം അല്ലേ. പെർസെൻറ്റേജിലോട്ട് ഒരു വാല്യൂയെ നിങ്ങൾ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻറ്റു 100. പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റു 100 ചെയ്യണം. സോ 1/2 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 50%.
ഓക്കെ അല്ലേ? ഇനി എന്താ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജാ നോക്കിയേ? അത് 33.33% വരിക. 33.33% വരിക. എങ്ങനെയാണത് വന്നത്? 1/3 ഇൻറ്റു 100 ചെയ്യ്. 1/3 ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ? 100/3 നിങ്ങളൊരു ഫ്രാക്ഷൻ വരും. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 33.33 എന്ന് കിട്ടും. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 25% ആണ്. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25% ആണ്. ഇനി 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20%. 1/5 എന്ന് പറഞ്ഞാൽ 20%. അതെങ്ങനെ വന്നത്? 1/5 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ എന്താ? ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു ബാക്കി ഒരു 20 വരും. എന്താണ്? 20% ആണ്. ഓക്കെ, ഇനി ഏതാ? ഈ 1/6 നോക്കാം നമുക്ക്. 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16.66% ആണ്. എങ്ങനെയാണ് വന്നത്? വീണ്ടും ചെയ്യാൻ നിങ്ങൾ 1/6 ഇൻറ്റു 100 ചെയ്ത് നോക്കുക. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് 16.66 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താണ്? 1/7 നോക്കുക. 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.28% ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 14.28%. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 12.5% ആണ്. 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5% ആണ്. 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 11.11% ആണ്. 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 10% ആണ്. നമുക്ക് അറിയുന്നതാണ് 1/10 ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 ഇൻറ്റു 100 1/10 ഇൻറ്റു 100 വിച്ച് ഈസ് എന്താണ്? 10% വരും. ഇനി എന്താ 1/9 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 1/9 ഇൻറ്റു 100 ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന സമയത്ത് 1/9 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ സോലേക്ക് നിങ്ങൾക്ക് 1.11 എന്ന് പറയുന്ന ആൻസർ കിട്ടും. സിമിലർലി 1/8 1/7 എല്ലാം ലൈക്ക് ഇത് പഠിച്ചുള്ള ഗുണം എന്താ? സപ്പോസ് ലൈക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ബി ലൈക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് വാട്ട് ഈസ് 12.5% ഓഫ് 80 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റ് പഠിച്ചുള്ള എളുപ്പം എന്താ? നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നോക്കി ഇവിടെ 12.5% ഫ്രാക്ഷൻ വാല്യൂ നിങ്ങൾക്ക് അറിയാം. 12.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ ആ ഒരു കാൽക്കുലേഷൻ്റെ സമയം നിങ്ങൾക്ക് ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ലിസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാൽക്കുലേഷൻ്റെ സമയമില്ല. 12.5% എന്ന് പറയുമ്പോൾ എന്താ? ബാക്കിയുള്ള സ്റ്റുഡൻറ്റുകാർ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഫ്രാക്ഷൻ അറിയാം. 12.5% എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുള്ള വാല്യൂ ആണ്. വിച്ച് ഇസ് എന്താണ്? 1/8 ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 80 റുപ്പീസ് ഉണ്ട് അല്ലേ? 80 സോറി റുപ്പീസ് അല്ല, 80യുടെ 12.5% ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 80 ഇൻറ്റു 1/8 ചെയ്താൽ മതി. എത്ര വരിക? 10 വരും. ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും അല്ലേ? സോ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് 1/10 വരെ അല്ലേ? 1/10 1/1 മുതൽ അപ് ടു 1/10 വരെയുള്ള ഈ ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിക്കും. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റനും കൂടെ ഞാൻ ഇവിടെ തരാം. ചോദ്യം ഇതാണ്. വാട്ട് ഈസ് 14.28% ഓഫ് 140 ആണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അല്ലേ? പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.